ഇംഗ്ലീഷ് ആണ് കേട്ടോ. 5th സ്റ്റാൻഡേർഡിലെ ഇംഗ്ലീഷ്. അതില് റിക്കി ടിക്കി ടവി എന്ന് പറഞ്ഞ ഈ ചാപ്റ്റർ ആണ് ഞാൻ എടുക്കാൻ പോകുന്നത്. അപ്പൊ എന്താണ് ഈ റിക്കി ടിക്കി ടവി എന്നുള്ളത് നമുക്ക് നോക്കാം. ഇത് ഇൻട്രസ്റ്റിംഗ് സ്റ്റോറിയാണ് കേട്ടോ. സിമ്പിൾ ആയിട്ടുള്ള സ്റ്റോറിയാണ്. അപ്പോൾ ഓരോ സെന്റൻസ് എന്താണ് സിമ്പിൾ ആയിട്ടാണ് എന്താക്കുന്നത് ഇവരിവിടെ കൊടുത്തിരിക്കുന്നത്. ഓക്കെ, നോക്കാം. ഇറ്റ് റെയിൻഡ് ഹെവിലി ഓൾ നൈറ്റ്. എന്താണ് ഈ കഴിഞ്ഞ രാത്രി എന്താണ് എല്ലാ രാത്രിയും എന്താണ് ഭയങ്കര മഴ കഴിഞ്ഞു. മഴയായിരുന്നു, ഭയങ്കര മഴയായിരുന്നു അല്ലെ. ദ സൺലൈറ്റ് വാസ് ലിറ്റിൽ പെയിൽ. സൺലൈറ്റ് ആണ് എന്താണ് പിറ്റേന്ന് എന്തായാലും കുറച്ച് സൺലൈറ്റ് ഇങ്ങോട്ട് വന്നു. ടെഡി എ യങ് ബോയ് ഓഫ് 10 ran out into the garden. അപ്പൊ ടെഡി എന്ന് പറഞ്ഞൊരു ബോയ് ഇല്ലേ, അവന് 10 വയസ്സായതാണ്. അവൻ എന്താക്കി ഗാർഡനിലേക്ക് പുറത്തേക്ക് ഓടി അല്ലെ. ഗാർഡനിലേക്ക് ഓടി, ഇവിടുന്ന് പുറത്തേക്ക് ഗാർഡനിലേക്ക് ഓടി. He saw a mongoose lying wet and still on the grass. അവൻ എന്താ കണ്ടത്? ഒരു മംഗൂസ്. മംഗൂസ് എന്ന് പറഞ്ഞാൽ എന്താ? കീരി അല്ലെ. അതെന്താണ് കിടക്കുകയാണ് അവിടെ അല്ലെ. മംഗൂസ് അവിടെ കിടക്കുന്നുണ്ട് അല്ലെ, വെറ്റ് നനഞ്ഞിട്ട് അല്ലെ. ആൻഡ് സ്റ്റിൽ ഓൺ ദ ഗ്രാസ്. ഇപ്പോൾ അവിടെ എന്താ ഗ്രാസിൽ ഇങ്ങനെ കിടക്കുകയാണ്, നനഞ്ഞിട്ടുള്ള ഒരു മംഗൂസിനെ അവൻ കണ്ടു. Here's a dead mongoose, Teddy called out to his mother. ലെറ്റ്സ് ബറി ഹിം. എന്താണ് ടെഡി എന്താക്കി അവന്റെ അമ്മേനോട് പറഞ്ഞില്ലേ, ഇവിടെ എന്താണ് ചത്ത മംഗൂസ് ഇവിടെ ഉണ്ട് അല്ലെ, ഇവിടെ ചത്ത എന്താണ് മംഗൂസ് ഇവിടെ ഉണ്ട് എന്ന് എന്താക്കി അവൻ അമ്മേനോട് വിളിച്ചു പറഞ്ഞു. ലെറ്റ്സ് ബറി ഹിം. എന്താ നമുക്ക് അതിനെ എന്താണ് അതിനെ കുഴിച്ചിടാന്ന് പറഞ്ഞു. നോ സെഡ് ടെഡീസ് മദർ. അപ്പൊ എന്താ അമ്മ പറഞ്ഞത്? നോ, വേണ്ടാന്ന് പറഞ്ഞില്ലേ. എന്താ ഹിസ് ഹാർട്ട് ഈസ് ബീറ്റിംഗ് ഫെയിൻലി. എന്താണ് അതിന്റെ ഹാർട്ട് കുറച്ച് എന്താണ് എന്താക്കുന്നുണ്ട്, അവന്റെ ഹാർട്ട് കുറച്ച് ഇടിക്കുന്നുണ്ട് എന്ന് പറഞ്ഞല്ലേ. അപ്പൊ ഫെയിൻലി ആയിട്ട് ബീറ്റ് ചെയ്യുന്നുണ്ട്, ഹാർട്ട് ബീറ്റ് ചെയ്യുന്നുണ്ട് എന്ന് പറഞ്ഞല്ലേ. പെർഹാപ്സ് ഹി വിൽ ലീവ്. എന്താണ് ചിലപ്പോൾ അത് ജീവിക്കും. ലെറ്റ്സ് ടേക്ക് ഹിം ഇൻസൈഡ് ആൻഡ് ഡ്രൈ ഹിം. നമുക്ക് അവനെ ഉള്ളിലേക്ക് കൊണ്ടുപോയിട്ട് അവനെ ഉണക്കാന്ന് പറഞ്ഞില്ലേ, അതിനെ ഉണക്കാന്ന് പറഞ്ഞു. ടെഡീസ് ഫാദർ ട്രാപ്ഡ് ഹിം അപ്പ് ഇൻ ആൻ ഓൾഡ് വൂളൻ മഫ്ലർ ആൻഡ് പ്ലേസ്ഡ് ഹിം നിയർ ദ ഫയർ. എന്നിട്ട് എന്താക്കി ടെഡീന്റെ അച്ഛൻ എന്താക്കി, 10 വയസ്സിലെ കുട്ടീന്റെ അച്ഛന് ആ മംഗൂസിനെ എടുത്തിട്ട് ഒരു വൂളൻ മഫ്ലറിനോട് നല്ല എന്താണ് കമ്പിളി ഇതെന്ന് അറിയില്ലേ അല്ലെ, അങ്ങനത്തെ ഒരു ഷാളിനോട് എന്താക്കി അതിനെ പൊതിഞ്ഞിട്ട് അകത്തേക്ക് കൊണ്ടുവച്ചിട്ട് എന്താണ് അവിടെ തീന്റെ അടുത്തായിട്ട് കൊണ്ടുവച്ചു, തീ ചൂട് കേൾക്കാൻ വേണ്ടിട്ട്. ദ മംഗൂസ് സ്നീസ്ഡ്. അപ്പൊ മംഗൂസ് എന്താക്കി ഒന്ന് തുമ്മി അല്ലെ. ടെഡി ആൻഡ് ഹിസ് പാരന്റ്സ് വെർ ഡിലൈറ്റഡ്. അപ്പൊ ടെഡിക്കും പാരന്റ്സിനും ഭയങ്കര ഒരു സന്തോഷായി, ഹാപ്പി ആയി അല്ലെ. ദേ ഗേവ് ഹിം സം മീറ്റ് ആൻഡ് ദെൻ ടുക്ക് ഹിം ഔട്ട്സൈഡ്. എന്താക്കി അവന് നന്നായി തുടച്ച് വൃത്തിയാക്കി ഉണക്കാൻ വേണ്ടിയിട്ട് എന്താക്കി, എന്താണ് ഉണക്കാനല്ല ചൂട് കിട്ടാൻ വേണ്ടിയിട്ട് ഫയറിന്റെ അടുത്ത് വെച്ചില്ലേ. അതിൽ കുറച്ച് കഴിഞ്ഞപ്പോൾ മംഗൂസ് എന്താക്കി സ്നീസ് ചെയ്തു അല്ലെ, തുമ്മി. അപ്പൊ എന്താക്കി ടെഡിന്റെ അച്ഛനും ടെഡിക്കൊക്കെ ഭയങ്കര പാരന്റ്സിനൊക്കെ ഭയങ്കര ഹാപ്പി ആയി അല്ലെ. അവരെന്താക്കി അവനെ എടുത്തിട്ട് അവന് കുറച്ച് ഫുഡൊക്കെ കൊടുത്തു അല്ലെ. എന്നിട്ട് മീറ്റൊക്കെ കൊടുത്തതിന് ശേഷം എന്താക്കി അവനെ എന്താണ് പുറത്തേക്ക് കൊണ്ടുപോയി. ഹി സാറ്റ് ഇൻ ദ സൺലൈറ്റ്. എന്നിട്ട് അപ്പൊ അവൻ എന്താക്കി സൺലൈറ്റിന്റെ ആ സൂര്യപ്രകാശത്തിന് അവിടെ പോയിരുന്നു. ആൻഡ് ഷുക്ക് ഹിസ് ഫർ ടിൽ ഇറ്റ് വാസ് ക്വൈറ്റ് ഡ്രൈ. എന്നിട്ട് എന്താക്കി അതിന്റെ രോമം ഉണ്ടല്ലോ അതിങ്ങനെ ഇങ്ങനെ കുടയല്ലോ, ഈ പൂച്ചകളൊക്കെ കണ്ടില്ലേ ഇങ്ങനെ കുടഞ്ഞ് വെള്ളമൊക്കെ എന്തെങ്കിലും കുടഞ്ഞ് വൃത്തിയാക്കുന്നത് ഉണക്കുന്നത് കണ്ടില്ലേ, അതേപോലെ അതെന്താക്കിയ അതിന്റെ ഇത് എന്താണ് കുടഞ്ഞ് വൃത്തിയാക്കണം അല്ലേ, ഉണങ്ങുന്ന വരെ. അതിന്റെ ഈ രോമൊക്കെ ഉണങ്ങുന്ന വരെ ഇങ്ങനെ സ്വയം കുടഞ്ഞുകൊണ്ടിരുന്നു. ഹി ദെൻ ഷുക്ക് ഹിസ് ലോങ് ഫ്ലഫി ടെയിൽ ടിൽ ഇറ്റ് ലുക്ക്ഡ് ലൈക്ക് എ ബോട്ടിൽ ബ്രഷ്. പിന്നെ അവൻ എന്താക്കി അവന്റെ ലോങ് ടെയിൽ ഫ്ലഫി ആയിട്ടുള്ള ടെയിൽ എന്താക്കി ഇങ്ങനെ കുടയാൻ തുടങ്ങി. അത് ഇവിടെ എത്ര വരെ അതൊരു ബോട്ടിൽ ബ്രഷ് ആ ഷേപ്പ് ആവുന്നവരെ, അതിന്റെ ഷേപ്പ് അതങ്ങനെയാണല്ലോ, ഒരു ബോട്ടിൽ ബ്രഷിന്റെ വരെയാണല്ലോ അതിന്റെ വാലിൽ കിടക്കുന്നത്. അപ്പൊ അതാവുന്നവരെ അല്ലെങ്കിൽ നനഞ്ഞ് കുതിർന്ന് കിടത്തിയല്ലേ, അതൊക്കെ എന്താക്കിയേ ഈ അതിന്റെ ആ പൂർവ്വ സ്ഥിതി എത്തുന്നവരെ നന്നായി കുടഞ്ഞോണ്ടിരുന്നു ആ വെയിലത്ത് നിന്നിട്ട്. Soon he started taking interest in Teddy and things around him. പിന്നെയാണ് എന്താക്കുന്നത് അവന് എന്താണ് ഈ ടെഡീനെ നോക്കുന്നതും പിന്നെ അവന്റെ ചുറ്റുമുള്ള ഓരോ കാര്യങ്ങളൊക്കെ ഈ മംഗൂസ് നോക്കുന്നത് അല്ലെ. ഹി ഫോളോഡ് ടെഡി അറൌണ്ട് ദ ഹൗസ് ആൻഡ് ഇൻ ടു ദ ഗാർഡൻ. പിന്നെ എന്താക്കി ടെഡീനെ ഫോളോ ചെയ്ത് വീടിന് ചുറ്റും നടന്ന് ഗാർഡനിലൊക്കെ ചുറ്റി നടന്ന് അല്ലെ. ഹി സ്ലെപ്റ്റ് ഇൻ ടെഡീസ് റൂം അറ്റ് നൈറ്റ്. ഇപ്പൊ രാത്രിയിൽ അവന് ടെഡീന്റെ റൂമിലാണ് ഉറങ്ങല്. ഇൻ ദ മോർണിംഗ്സ് ഹി കെയിം ഫോർ ബ്രേക്ക്ഫാസ്റ്റ് സിറ്റിംഗ് ഓൺ ടെഡീസ് ഷോൾഡർ. രാവിലെ ആവുമ്പോ എന്താണ് അവൻ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ വരുന്നത് എവിടെ ഇരുന്നിട്ടാ,
ടെഡീൻ്റെ ഷോൾഡറിൽ അല്ലേ, എന്താണ് തോളിൽ ഇരുന്നിട്ടാണ്, ടെഡീൻ്റെ തോളിൽ ഇരുന്നിട്ടാണ് എന്താക്കുന്നത്, ബ്രേക്ക്ഫാസ്റ്റ് രാവിലത്തെ ഭക്ഷണം കഴിക്കാൻ വരുന്നത് രാവിലെ. ടെഡി ഗേവ് ഹിം എ ബനാന ആൻഡ് എ ബോയിൽഡ് എഗ്. ടെഡി എന്താക്കും, അതിനെ ഒരു ബനാനയും പിന്നെ എന്താണ് പുഴുങ്ങിയ മുട്ടയും കൊടുക്കും. ദ മംഗൂസ് എൻജോയ്ഡ് ദ ബ്രേക്ക്ഫാസ്റ്റ്. മംഗൂസ് ആ ബ്രേക്ക്ഫാസ്റ്റ് ഭയങ്കര ഇൻട്രസ്റ്റോട് കൂടി കഴിക്കും. സൂൺ ടെഡി ആൻഡ് ദ ലിറ്റിൽ മംഗൂസ് ബിക്കെയിം ഗുഡ് ഫ്രണ്ട്സ്. അങ്ങനെ ടെഡിയും അതിന്റെ ലിറ്റിൽ മംഗൂസ് എന്താണ് നല്ല ഗുഡ് ഫ്രണ്ട്സ് ആയി. ദ മംഗൂസ് റാൻ ത്രൂ ദ ടോൾ ഗ്രാസ് ക്രൈയിങ് റിക്കി ടിക്കി 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 ടിക്ക്. എന്താണ് മംഗൂസ് ഓടും അല്ലെ. ടെഡിയും ലിറ്റിൽ മംഗൂസ് ഭയങ്കര ഫ്രണ്ട്സ് ആയി അല്ലെ. അങ്ങനെ മംഗൂസ് എന്താക്കും, ഈ വലിയ പുല്ലിന്റെ അതിലൂടെയൊക്കെ എന്താക്കി ഇങ്ങനെ ഓടി കളിക്കും അല്ലെ. എങ്ങനെയാണ് ഒച്ച ഉണ്ടാക്കിക്കൊണ്ട് ടിക്കി 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 എന്ന് പറഞ്ഞിട്ട് ഒച്ച ഉണ്ടാക്കിയിട്ടാണ് ഓടുക അല്ലെ. അപ്പൊ ടെഡി യൂസ്ഡ് ടു ലാഫ് അറ്റ് ഹിം. അപ്പൊ ടെഡി എന്താക്കും, അപ്പൊ കേൾക്കുമ്പോ അവന് ചിരി വരും അല്ലെ. ആൻഡ് സ്റ്റാർട്ടഡ് കോളിങ് ഹിം. അങ്ങനെ അവനെ വിളിക്കാൻ തുടങ്ങിയത് റിക്കി ടിക്കി തവി എന്ന് വിളിക്കാൻ തുടങ്ങി. ഓക്കെ, വൺ മോർണിംഗ്. അപ്പൊ മംഗൂസിന്റെ പേരെന്താണ്, റിക്കി ടിക്കി ടവി അല്ലെ. ടെഡി അങ്ങനെ വിളിച്ചു. വൺ മോർണിംഗ്, ഒരു ദിവസം രാവിലെ റിക്കി ടിക്കി വാസ് വാണ്ടറിങ് അബൌട്ട് ഇൻ ദ ഗാർഡൻ. ഒരു ദിവസം രാവിലെ ഈ റിക്കി ടിക്കി എന്താക്കി, ഈ മംഗൂസ് എന്താക്കി, ഈ ഗാർഡനിലൂടെ ഇങ്ങനെ നടക്കുകയായിരുന്നു അല്ലെ. There he saw നാഗ്. അപ്പൊ എന്താവും കണ്ടത്, ഒരു നാഗ്. നാഗ് എന്ന് പറഞ്ഞ ഒരു സ്നേക്കിനെ, ബിഗ് കോബ്ര ആൻഡ് ഹിസ് വൈഫ് നാഗിന അല്ലെ. അവൻ എന്താണ്, ഒരു വലിയൊരു പാമ്പിനെ കണ്ടു അല്ലെ. കോബ്രയാണ് അല്ലെ, അതിന്റെ ഭാര്യയും ഉണ്ട് നാഗിന അല്ലെ. കോബ്രാസ് ആൻഡ് മംഗൂസസ് ആർ ഏജ് ഓൾഡ് എനിമീസ് അല്ലെ. എന്താണ് ഈ കോബ്രയും മംഗൂസും, കീരിയും പാമ്പും എന്ന് പറയുന്നതൊക്കെ അല്ലേ, ഒരു ഏജ് ഓൾഡ് എനിമീസ്. പണ്ട് കാലം മുതലേ എന്താണ് ഭയങ്കര ശത്രുക്കളാണ് അല്ലെ. അപ്പം എന്താക്കി, ഈ പാമ്പിനെ കണ്ടു, പാമ്പിനെയും പാമ്പിന്റെ ഭാര്യനെയും കണ്ടു, കോബ്രനെയും കോബ്രന്റെ ഭാര്യനെയും കണ്ടു അല്ലെ. ഇവരാണെങ്കിലോ ഏജ് ഓൾഡ് എനിമീസ്, പണ്ട് മുതലേ ശത്രുക്കളാണ് അല്ലെ. ഓൾദോ റിക്കി ടിക്കി വാസ് യങ്. അപ്പൊ എന്താണ്, ചെറിയ കുട്ടിയാണ് റിക്കി ടിക്കി അല്ലെ. ഹി ന്യൂ ദാറ്റ് ദ മെയിൻ ഒബ്ജക്റ്റീവ് ഓഫ് മംഗൂസസ് ലൈഫ് ഈസ് ടു ഫൈറ്റ് ആൻഡ് കിൽ സ്നേക്സ്. അവൻ അറിയാം എന്ത്, ഈ മെയിൻ ഒബ്ജക്റ്റീവ് ഓഫ് മംഗൂസസ് ലൈഫ്, അതായത് മംഗൂസസിന്റെ ജീവിതത്തിൽ, ഈ കീരിയുടെ ജീവിതത്തിലുള്ള മെയിൻ എയിം എന്ന് പറയുന്നത് എന്താണ്, ലക്ഷ്യം എന്താണ്, ഈ പാമ്പുമായിട്ട് എന്താണ് ഫൈറ്റ് ചെയ്തിട്ട് അതിനെ കൊല്ലുക എന്നുള്ളതാണ്. അത് എന്താ ഈ മംഗൂസിന് അറിയാം അല്ലെ, റിക്കി ടിക്കിക്ക് അറിയാം. ഓക്കെ, നാഗ് ഓൾസോ ന്യൂ ദാറ്റ് എ മംഗൂസ് ഇൻ ദ ഗാർഡൻ മെന്റ് ഡെത്ത് ഫോർ ഹിം ആൻഡ് ഹിസ് ഫാമിലി. നാഗിനും അറിയാം എന്ത്, ഈ മംഗൂസ് ഈ ഗാർഡനിൽ ഉണ്ടെന്നും പിന്നെന്താണ് ഇവന്റെ ഈ നാഗത്തിന്റെയും എന്റെ ഫാമിലിന്റെയും മരണത്തിന് ഈ മംഗൂസ് കാരണമാവുന്നും ഈ നാഗത്തിനറിയാം, നാഗിനറിയാം. ഹി വാസ് എ ഫുൾ ഗ്രോൺ സ്നേക്ക്. എന്താണ്, ഇവൻ വലിയൊരു കോബ്രയാണ് അല്ലെ, വലിയ വളർച്ചയുള്ള ഒരു കോബ്രയാണ്. ആൻഡ് മെഷേർഡ് 5 feet ഫ്രം ദ ടിപ്പ് ഓഫ് ഹിസ് ടങ് ടു ദ എൻഡ് ഓഫ് ഹിസ് ടെയിൽ. എന്താണ്, അവനെ മെഷർ ചെയ്താൽ എത്ര, 5 അടി, 5 feet ആണ് അല്ലെ. അവന്റെ എന്താണ് നാക്കിൽ നിന്ന് ടെയിലിലേക്ക്, നാവിൽ നിന്ന് വാലറ്റത്തേക്ക് വരെയുള്ള അവന്റെ അവന്റെ നീളം എത്രയാണ്, മെഷർ ചെയ്താൽ 5 feet ആണ്, 5 അടിയുള്ളൊരു നാഗാണ് അത് അല്ലെ. റിക്കി ടിക്കി വാസ് സ്റ്റിൽ എ ബേബി. റിക്കി ടിക്കി എന്താ അപ്പോഴും ഒരു ചെറിയ കുട്ടിയാണ് അല്ലെ. ഹി ടോൾഡ് ഹിംസെൽഫ്, അവൻ മറ്റേ പറഞ്ഞു, ഐ വോണ്ട് ഫൈറ്റ് നാഗ് ആൻഡ് നാഗിന when they are together. So he jumped up high in the air and ran away. എന്താണ് അവനൊറ്റേ പറഞ്ഞല്ലേ, എനിക്ക് എന്താ നാഗും നാഗിനായിട്ട് ഫൈറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല. ഫൈറ്റ് എന്ന് പറഞ്ഞാൽ ഇടി കൂടിയാൽ അകസരം ഉണ്ടാക്കുക അല്ലെ, ഫൈറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല. when they are together, അവർ ഒരുമിച്ചുള്ളത്. So he jumped up and high in the air and ran away. അപ്പൊ പറഞ്ഞിട്ട് അവൻ എന്താക്കി, ഓന് ഉയരത്ത് ചാടിയിട്ട് എന്താണ് എയറിലൂടെ ചാടിയിട്ട് ഓടിപ്പോയി. ഇനി എന്താ, it was night. Teddy carried Ricky to bed. എന്താ രാത്രിയായി അല്ലെ. ടെഡി എന്താക്കി, റിക്കിനെ ബെഡിലേക്ക് കൊണ്ടുപോയി. As soon as the boy was asleep, Ricky went off for his nightly walk round the house. എന്താ പെട്ടെന്ന് തന്നെ ഈ ടെഡി ഉറങ്ങിയില്ലേ, ബോയ് ഉറങ്ങി. അപ്പൊ എന്താക്കി, റിക്കി സാധാരണയായിട്ട് എന്താ രാത്രി നടത്തത്തിന് പോവാറുണ്ട്, വീടിന് ചുറ്റുമൊക്കെ ഒന്ന് ചുറ്റി അടിക്കാറുണ്ട്. അതിന് ഈ റിക്കി എന്താക്കി പോയി. എന്താണ് ഈ ബോയ് ഉറങ്ങിയതിനു ശേഷം. സഡൻലി ദ സൈലൻസ് വാസ് ഡിസ്റ്റർബ്ഡ് ബൈ എ ഫെയിന്റ് നോയ്സ്. പെട്ടെന്ന് എന്താണ് ഒരു സൈലൻസ് ഡിസ്റ്റർബ് ആക്കിക്കൊണ്ട് ഒരു നോയ്സ് കേട്ടു. എന്താണ്, ഒരു നിശബ്ദതയെ ഭേദിച്ചുകൊണ്ട് ഒരു സൗണ്ട് കേട്ടു അല്ലെ. ഇറ്റ് കെയിം ഫ്രം ദ ബാത്റൂം ഓഫ് ടെഡീസ് പാരന്റ്സ്. ഇത് എവിടുന്നാ വന്നിരിക്കുന്നത്, ബാത്റൂമിൽ നിന്നല്ലേ. ടെഡീന്റെ അച്ഛനും അമ്മയും കിടക്കുന്ന ആ റൂമിന്റെ ബാത്റൂമിൽ നിന്നാണ് എന്താക്കുന്നത് ഈ സൗണ്ട് വന്നിരിക്കുന്നത്. ടെഡീന്റെ പാരന്റ്സിന്റെ ബാത്റൂമിൽ നിന്നാണ് എന്താക്കുന്നത് ഈ നോയ്സ് വന്നത് അല്ലെ.
റിക്കി ടിക്കി ക്വിക്ലി entered the bathroom. പെട്ടെന്ന് തന്നെ എന്താക്കി റിക്കി ടിക്കി എന്താക്കി ആ ബാത്റൂമിലേക്ക് കയറി. She could hear Nag and Nagina talking on the other side of the bathroom drain. അപ്പൊ അവരെന്താ അവർക്ക് കേൾക്കാൻ കഴിഞ്ഞു എന്ത് നാഗും നാഗിനിയും സംസാരിക്കുകയാണല്ലേ എന്താ ബാത്റൂം ഡ്രെയിൻ എന്ന് പറഞ്ഞാൽ വെള്ളം പോകുന്ന സ്ഥലം ഉണ്ടല്ലോ അതിലൂടെ അവിടുന്ന് വേറെ സൈഡ് ബാത്റൂം ഡ്രെയിനിന്റെ വേറെ സൈഡിൽ നിന്ന് എന്താണ് ഇവര് തമ്മിൽ സംസാരിക്കുന്നതാണ് ഇവന് കേൾക്കാൻ കഴിഞ്ഞത്. നാഗിന ടോൾഡ് ഹെർ ഹസ്ബൻഡ് നാഗിന എന്താ അവളുടെ ഹസ്ബൻഡിനോട് പറയുന്നത് ബൈറ്റ് ആൻഡ് കിൽ ഓൾ 3 people in the house. എന്താണ് അവരെ എന്താ കടിച്ചിട്ട് എല്ലാരെയും ഈ വീട്ടിലുള്ള 3 ആൾക്കാരെ നമുക്ക് കൊല്ലാം. The mongoose will go away when there is no one left in the house. അപ്പൊ മംഗൂസ് എന്തായിക്കോളും ഇവിടുന്ന് പോയിക്കോളും ഇവിടെ വീട്ടിൽ ആരും ഇല്ലെങ്കിൽ എന്താണ് മംഗൂസ് ഇവിടുന്ന് പോയിക്കോളും. We will then have the garden to ourselves. പിന്നെ നമുക്ക് എന്താക്കാം ഈ ഗാർഡൻ ഒക്കെ നമുക്ക് സ്വന്തമായിട്ട് എടുക്കാമെന്ന് ഈ നാഗത്തിനോട് പറയുന്നുണ്ട് അല്ലെ നാഗിനന്റെ ഹസ്ബൻഡിനോട് പറഞ്ഞു. Then Rikki Tikki saw Nag slithering into the bathroom through the drain. അപ്പൊ എന്താ റിക്കി ടിക്കി കണ്ടെന്ത് നാഗ് എന്താ ചെയ്യുന്നുണ്ട് ഈ ബാത്റൂമിന്റെ അങ്ങോട്ട് കയറാൻ വേണ്ടി ഡ്രെയിനിലൂടെ ഇങ്ങനെ ഇഴഞ്ഞു പോകുന്നത് കണ്ട് ആ വേസ്റ്റ് പോകുന്ന വെള്ളം ഉണ്ടല്ലോ ആ പോകുന്ന പൈപ്പിലൂടെ എന്താക്കി ഈ ആ ബാത്റൂമിലേക്ക് പോവാണ് എന്ത് ഈ പാമ്പ് അല്ലെ. ഓൾദോ റിക്കി ടിക്കി was very angry, he was also a little scared. Nag was a big and poisonous. അപ്പൊ കണ്ടപ്പോ ഈ ഇവർക്ക് ഭയങ്കര ദേഷ്യവും വന്ന് പിന്നെ പോരാത്ത ഇവന് പേടിയുമായി. നാഗാണെങ്കിൽ ഭയങ്കര വലിയതുമാണ് പോയിസൺ ഉള്ള ഒരു സാധനമാണ് ഈ പാമ്പ് അല്ലെ. നാഗ് വെയിറ്റഡ് ഫോർ ടെഡീസ് ഫാദർ. നാഗ അവിടെ വെയിറ്റ് ചെയ്യാണ് ടെഡീന്റെ ഫാദർ വരുന്നവരെ. ടു കം ടു ദ ബാത്റൂമിലേക്ക് വരുന്നവരെ ടെഡീന്റെ ഫാദർ ബാത്റൂമിലേക്ക് വരുന്നവരെ നാഗ് എന്താണ് വെയിറ്റ് ചെയ്യാണ്. ഹി ന്യൂ ഹി വുഡ് കം അറ്റ് മിഡ് നൈറ്റ്. അവനറിയാം എന്ത് ഒരു മിഡ് നൈറ്റ് ആവുമ്പോ എന്താ ടെഡീന്റെ ഫാദർ ബാത്റൂമിലേക്ക് വരുന്നുള്ളത് ഈ നാഗത്തിനറിയാം. So he coiled himself up till he looked like a long rope arranged in the shape of a circle. അപ്പൊ അവനെന്താക്കി അവന് സ്വന്തം തന്നെ ഇങ്ങനെ ഒരു സർക്കിൾ ഷേപ്പിൽ ഇങ്ങനെ ചുരുണ്ട് കിടന്ന് ഒരു കയറ് ഇങ്ങനെ നീളമുള്ള ഒരു കയറ് ഇങ്ങനെ എന്താണ് റൗണ്ട് ആക്കി വെക്കൂലേ സർക്കിൾ ആക്കി വെക്കുമല്ലോ അങ്ങനെ ചുരുട്ടി എന്താണ് ഇങ്ങനെ വെച്ചമാതിരി അതുപോലെ എന്താക്കി ഈ പാമ്പ് അങ്ങനെ കിടന്നു സർക്കിള് പോലെ കിടന്നു ചുരുണ്ട് കിടന്ന്. Then Nag went to sleep. അങ്ങനെ കിടന്നിട്ട് അവൻ എന്താക്കി നാഗ് ഉറങ്ങിപ്പോയി. റിക്കി ടിക്കി hid behind the door and watched Nag. റിക്കി ടിക്കി എന്താക്കിയുണ്ട് ആ ഡോറിന്റെ ബാക്കിൽ ഇങ്ങനെ ഒളിച്ചു നിന്ന് ഇതൊക്കെ കാണുന്നുണ്ട്. നാഗത്തിനെ ശ്രദ്ധിക്കുകയാണ് അല്ലെ. When Nag was fast asleep, Rikki Tikki jumped on his head and dug his teeth into the snake's flesh. എന്താക്കി ഈ നാഗ് നന്നായി ഉറങ്ങിന്ന് കണ്ടപ്പോൾ റിക്കി ടിക്കി എന്താക്കി അതിന്റെ ഹെഡിലേക്ക് അതിന്റെ തലയിലേക്ക് ഒറ്റ ചാട്ടം ചാടിയിട്ട് അവന്റെ പല്ല് ഉപയോഗിച്ചിട്ട് ഈ സ്നേഹിക്കിനെ അങ്ങോട്ട് കടിച്ചിങ്ങോട്ട് ഇതാക്കി. നാഗ് വാസ് ഫ്യൂരിയസ്. അപ്പൊ നാഗ് എന്തായി ഭയങ്കര ഫ്യൂരിയസ് ആയി അല്ലെ. അവനെന്താക്കി നാഗ് വാസ് ഫ്യൂരിയസ്. നാഗത്തിന് ഭയങ്കര ദേഷ്യമായി അല്ലെ. ഫ്യൂരിയസ് എന്ന് പറഞ്ഞാൽ ദേഷ്യം ആംഗ്രി ആയി അല്ലെ. He threw his head from side to side and poor Rikki Tikki was thrown against the wall again and again. അവനെന്താക്കി എന്താണ് അവൻ ദേഷ്യം വന്നില്ല. അവനെന്താക്കി അവന്റെ ഹെഡ് എന്താക്കി ഈ സൈഡിൽ നിന്ന് ആ സൈഡിലേക്കും ഈ സൈഡിലേക്കും അവൻ അങ്ങോട്ടും ഇങ്ങോട്ടും ഇങ്ങനെ ആക്കിക്കൊണ്ടിരുന്നു. അപ്പൊക്കെ റിക്കി ടിക്കി എന്താണ് ഈ നാഗത്തിന്റെ ഈ തലമേൽ കടിച്ചു നിൽക്കുകയാണല്ലോ. അപ്പൊ റിക്കി ടിക്കും എന്താക്കുന്നുണ്ട് അപ്പൊ നാഗം അതിന്റെ ഹെഡ് ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും ആക്കുമ്പോ റിക്കി ടിക്കി എന്താണ് അങ്ങോട്ടും ഇങ്ങോട്ടും ഇങ്ങനെ വാൾമോ പോയി അടിക്കുന്നുണ്ട് ചുമരുമോ പോയിട്ട് ഇങ്ങനെ അടിച്ചുകൊണ്ടിരിക്കുകയാണ് അല്ലെ. ഹി വാസ് ഹർട്ട് ആൻഡ് ബ്ലീഡിങ്. അങ്ങനെ ചുമരുമോ ഇങ്ങനെ അടിച്ചുകൊണ്ടിരിക്കുമ്പോ എന്താണ് ഈ പാമ്പ് ഇങ്ങനെ തല ഇങ്ങോട്ടും ഇങ്ങോട്ടും ആക്കുകയാണല്ലോ. പാമ്പിന്റെ തലമേലാണല്ലോ ഈ റിക്കി ടിക്കി ഉള്ളത്. അപ്പൊ എന്താണ് ഈ പാമ്പ് ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും തല ആക്കിയപ്പോ ഈ റിക്കി ടിക്കി അങ്ങോട്ടും ഇങ്ങോട്ടും പോയി ചുമരുമ്പിൽ ഇങ്ങനെ അടിഞ്ഞുകൊണ്ടിരിക്കുക അവനും. അപ്പൊ അവന് മുറി പറ്റി ചോര വരുന്നുണ്ട് അല്ലെ. ബട്ട് ഹി ഡിഡ് നോട്ട് ലെറ്റ് ഗോ ഹിസ് ഹോൾഡ് ഓൺ നാഗ്സ് ഹെഡ്. പക്ഷെ അവൻ എന്താക്കിയില്ല ഈ നാഗത്തിന്റെ തലമെന്ന് വിട്ടില്ല അല്ലെ. അത് നന്നായി അങ്ങോട്ട് കടിച്ചു നിന്നു പിടിച്ചു നിന്നു. ഡ്യൂറിംഗ് ദ സ്ട്രഗിൾ Nag's tail upset the mug and soap dish. അങ്ങനെ ആ സ്ട്രഗിൾ ആ കസ്റ്ററിന്റെ ഇടയിൽ ഈ നാഗത്തിന്റെ വാല എന്താക്കി അപ്സെറ്റ് ആയിട്ട് മഗ്ഗിലും ആ സോപ്പ് ഡിഷിലൊക്കെ കപ്പിലും അവിടെ ഉണ്ടായിരുന്ന സോപ്പ് പാത്രത്തിലൊക്കെ അടിച്ചിരുന്നു. They fell to the ground with a loud thud. അപ്പൊ എന്താക്കി ആ മഗ്ഗും ആ സോപ്പ് ഡിഷൊക്കെ ഒച്ചയോട് കൂടി എന്താക്കി ആ ഗ്രൗണ്ടിലേക്ക് വീണു. റിക്കി ടിക്കി thought he was going to die. റിക്കി ടിക്കി എന്താ വിചാരിച്ചത് അവന് മരിക്കാൻ പോവാന്നാണ് അവൻ വിചാരിച്ചത്. Suddenly the wild duel stopped. പെട്ടെന്ന് എന്താക്കി ആ ഭയങ്കരമായിട്ടുള്ള പ്രശ്നങ്ങൾ പെട്ടെന്ന് നിന്നു. എന്താണ് Nag's head dropped down and did not stir thereafter.
Teddy's father, who had entered the bathroom hearing the loud thud, had killed him. എന്താ സംഭവിച്ചത്? നാഗത്തിന്റെ ഹെഡ് പെട്ടെന്ന് എന്താണ് അങ്ങോട്ട് വീണ് കുഴഞ്ഞു, പിന്നെ അങ്ങോട്ട് എണീക്കാൻ കഴിയുന്നില്ല അതിനല്ലേ. എന്താ കാരണം? ടെഡീന്റെ അച്ഛൻ വന്നിട്ട് ബാത്റൂമിലേക്ക് കയറില്ല, ഈ സൗണ്ട് ഒക്കെ കേട്ടിട്ട്. ബാത്റൂമിലേക്ക് നോക്കിയപ്പോ പാമ്പിനെ കണ്ടതില്ലേ. അപ്പൊ എന്താക്കി? പാമ്പിനെയും ഈ എന്താണ് റിക്കി ടിക്കിനെയും കണ്ടു അല്ലേ. അപ്പൊ എന്താക്കി ഇയാള്, ഈ ഫാദർ എന്താക്കി, ടെഡീന്റെ ഫാദർ വലിയൊരു വടി എടുത്തിട്ട് അതിനെ അടിച്ചു കൊന്നു. He picked up the bleeding Rikki Tikki and went back to his bedroom. അയാൾ എന്താക്കി? ടെഡിന്റെ ഫാദർ അവനെ എടുത്തിട്ട് അവന്റെ റിക്കി ടിക്കിന്റെ ബ്ലീഡിങ് ചോര അലിച്ചു കൊടുക്കുകയാണല്ലോ, അവന്റെ അവരെ ബെഡ്റൂമിലേക്ക് കൊണ്ടുപോയി. ഹി ആസ്ക്ഡ് ഹിസ് വൈഫ് ടു പുട്ട് സം മെഡിസിൻ ഓൺ റിക്കീസ് വൗണ്ട്. എന്നിട്ട് ടെഡിന്റെ ഫാദർ അയാളുടെ ഭാര്യയോട്, അതായത് ടെഡിന്റെ അമ്മേനോട് പറഞ്ഞെന്ത്? മെഡിസിൻ റിക്കിന്റെ വൗണ്ട്സിലൊക്കെ, മുറിയിലൊക്കെ മെഡിസിൻ വെക്കാൻ പറഞ്ഞു. ഐ കിൽ ദ സ്നേക്ക്, ഹി സെഡ്. ഞാൻ ആ സ്നേക്കിനെ കൊന്നു. ബട്ട് ഇറ്റ് ഈസ് റിക്കി ടിക്കി ഹു ഹാസ് സേവ്ഡ് അവർ ലീവ്സ്. പക്ഷെ റിക്കി ടിക്കിയാണ് എന്താക്കിയത്? നമ്മുടെ ജീവൻ രക്ഷിച്ചത് എന്ന് പറഞ്ഞു അച്ഛൻ അല്ലെ. ടെഡീസ് മദർ വാഷ്ഡ് റിക്കീസ് വൗണ്ട്സ് വിത്ത് മെഡിസിൻ. ടെഡിന്റെ അമ്മ എന്താക്കി? റിക്കിന്റെ മുറിയൊക്കെ എന്താക്കി? കഴുകിയതിന് ശേഷം മെഡിസിനോട് കഴുകി മെഡിസിൻ വെച്ചു കൊടുത്തു അല്ലെ. ഷീ പാറ്റഡ് ഹിസ് ലിറ്റിൽ സോർ ഹെഡ് ആൻഡ് ഗേവ് ഹിം സം ടോഫീസ്. അപ്പൊ എന്താക്കി? അവള് കുറച്ച് അവനെ ഇങ്ങനെ തലോടി അല്ലെ. എന്നിട്ട് എന്താക്കി? കുറച്ച് ടോഫീസ് ഒക്കെ കൊടുത്തു, മിഠായികളൊക്കെ, എന്താണ് ഇഷ്ടപ്പെട്ട സാധനങ്ങളൊക്കെ കൊടുത്തു. റിക്കി ടിക്കി വാസ് ഹാപ്പി. റിക്കി ടിക്കി ഇപ്പൊ എന്തായി? ഹാപ്പി ആയി അല്ലെ. ഹി ഫ്ലഫ്ഡ് അപ്പ് ഹിസ് tail and ran off to Teddy's room. അപ്പോൾ അവനെന്താക്കി? അവന്റെ ടെയിൽ ഇങ്ങനെ പൊന്തിച്ചിട്ട് അവനെന്താക്കി? ടെഡിന്റെ റൂമിലേക്ക് ഓടി. ഓക്കെ, ഇതാണ് റുഡിയാർഡ് കിപ്ലിംഗ് എന്ന് പറഞ്ഞ ആളാണ് ഇത് എഴുതിയിരിക്കുന്നത് കേട്ടോ. അപ്പോൾ എന്താണ്, ഈ ചാപ്റ്റർ ഇഷ്ടമായില്ലേ? നല്ല സ്റ്റോറി അല്ലേ അല്ലേ? അപ്പോൾ നിങ്ങളിത് നന്നായി ചാപ്റ്റർ വായിക്കുക കേട്ടോ. ഓക്കെ, അപ്പോൾ ടീച്ചറിങ് അടുത്ത ഭാഗം അടുത്ത വീഡിയോയിൽ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. താങ്ക്